ഗുഡ് മോർണിംഗ്. പ്രതിഭയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ കവിത പഠിക്കുകയാണ്. 10ാം ക്ലാസ്സിൻ്റെ ടൂട്ടാ പഹിയ, പൊട്ടിയ ചക്രം. ടൂട്ടാ പഹിയ എന്ന് പറയുന്നൊരു കവിത എഴുതിയത് ശ്രീ ധർമ്മവീർ ഭാരതി. ധർമ്മവീർ ഭാരതി ഹിന്ദിയിലെ വളരെ ശ്രദ്ധേയനായ കവിയാണ്. അദ്ദേഹം ജനിച്ചത് ഡിസംബർ 25, അതായത് ഡിസംബർ മാസം 25 ജനിച്ചു. 1926 ആണ് ജനിച്ചത്. നിധൻ 1997 സെപ്റ്റംബറിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ആധുനിക ഹിന്ദി സാഹിത്യಕ್ಕೆ പ്രമുഖ ലേഖകർ, ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രധാനികളിൽ ഒരാളാണ്. എഴുത്തുകാരിൽ കവിയാണ്, നാടകക്കാരാണ്. അവർ സാമാജിക വിചാരകർ, സാമൂഹിക ചിന്താബോധം ഉള്ള ഒരു വ്യക്തിയും കൂടെയായിരുന്നു. പണ്ടല്ലെങ്കിലും കവികളുടെയൊക്കെ പ്രത്യേകത അതാണ്. അവരുടെ കവിതകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് സാമൂഹിക ചിന്താഗതികൾ തന്നെയാണ്. സമൂഹത്തിൻ്റെ ഉയർച്ചയും ഉന്നമനവും ഒക്കെ തന്നെയാണ് എല്ലാ കവികളുടെയും കവിതകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ലേഖനങ്ങളായിരുന്നാലും ശരി, മറ്റ് കഥയായിരുന്നാലും നാടകമായാലും സാഹിത്യം ഏത് മേഖല എടുത്ത് നോക്കിയിരുന്നാലും അവർ സമൂഹത്തിൻ്റെ ചിന്താധാരകളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് അതിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെന്ന് പറഞ്ഞത് മുർദോങ്ക ഗാവ്, സ്വർഗവർ പൃഥ്വി, ഛാന്ദവർ ടൂട്ടേ ഹുയേ ലോഗ്. ഇതെല്ലാം കഹാനി സംഗ്രഹങ്ങളാണ്, കഥാസംഗ്രഹങ്ങൾ. ഏതൊക്കെയാണ്? മുർദോങ്ക ഗാവ്, സ്വർഗവർ പൃഥ്വി, ഛാന്ദവർ ടൂട്ടേ ഹുയേ ലോഗ്. പിന്നെ ഠണ്ഡാ ലോഹ കനുപ്രിയ, ഇത് കാവ്യങ്ങളാണ്. ഗുനാഹോം കാ ദേവത, സൂരജ് കാ സാത്വാം ഘോട, ഇത് ഉപന്യാസ്, നോവൽ. ഉപന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നോവലുകളാണ്. അന്ധായുഗ് ഒരു കാവ്യ നാടകമാണ്. അന്ധായുഗ് അദ്ദേഹത്തിന് കുറേ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ്. സംഗീത നാടക അക്കാദമിയിൽ, പിന്നെ ഭാരത് ഭാരതി, വ്യാസ സമ്മാൻ, ഇങ്ങനെ കുറേ ശ്രദ്ധേയമായ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കവിതയാണ് ഏത്? ഈ ടൂട്ടാ പഹിയ. ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിയ ചക്രം. ഒരു രഥചക്രത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കവി വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇന്നത്തെ ആധുനിക ലോകത്തിന് നമുക്കൊരു സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ കാലജയി എന്ന് പറയാം. കാലജയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിനും അനുയോജ്യമായ രീതിയിലുള്ള ഒരു കവിതയാണ്. എല്ലാ കാലഘട്ടത്തിലും സെയിം പ്രശ്നങ്ങൾ തന്നെ കാണുകയും ചെയ്യും. ആ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങളും ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് വരാം. ഇവിടെ നോക്കാം എന്താണെന്ന്. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर खिर जाए, अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत. കുറച്ച് വരികളാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അത്രയും നമുക്കൊന്ന് പറയാം. എങ്ങനെയാണ് ആ കവിതയിലേക്ക് അത് അദ്ദേഹം പ്രാവർത്തികമാക്കിയത് നോക്കാം. ഇവിടെ പറയാണ്, മേ രഥക്ക ടൂട്ടാ ഹുവാ പഹിയാ ഹൂം, ഞാൻ ഒരു രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണെന്ന്. മേ രഥക്ക ടൂട്ടാ ഹുവ, ടൂട്ടിന എന്ന് പറഞ്ഞാൽ പൊട്ടുക. മേ രഥക്ക ടൂട്ടാ ഹുവാ പഹിയാ ഹൂം, ഞാനൊരു രഥചക്രമാണ്. എങ്ങനെയുള്ള? തകർന്നു പോയ ഒരു രഥത്തിൻ്റെ ഒരു ചക്രമാണ്. സാധാരണഗതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കും, കാരണം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വീണ്ടും പുതിയ രഥം എടുക്കും. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു സംസ്കാരം എങ്ങനെയാണ്? യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക, വലിച്ചെറിയുക, ഒരു പ്രയോജനമില്ല പിന്നെ അതിനെക്കൊണ്ട്. പക്ഷേ നമ്മൾ വലിച്ചെറിയുന്ന എന്ത് കാര്യങ്ങളായിരുന്നാലും ശ്രദ്ധിക്കണമെന്നുള്ളൊരു മഹത്തായ സന്ദേശമാണ് ഇവിടെ തരുന്നത്. ഇവിടെ പറയുകയാണ്, മേ രഥക്ക ടൂട്ടാ ഹുവാ പഹിയാ ഹൂം, ലേക്കിൻ മുജേ ഫേങ്കോ മത്, പക്ഷേ നിങ്ങൾ എന്നെ എന്ത് ചെയ്യരുതെന്ന്? വലിച്ചെറിയരുത്. ലേക്കിൻ മുജേ ഫേങ്കോ, ഫേങ്ന വലിച്ചെറിയുക. ലേക്കിൻ മുജേ ഫേങ്കോ മത്, മത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുത് എന്നാണ് എൻ്റെ അർത്ഥം. മത്, അരുത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മത്തെന്ന് പറയുന്നൊരു ഭാഗം കടന്നു വരുന്നത് രണ്ട് കാറ്റഗറിയിൽ വരും. ഒന്ന്
ഗ്രാമർ പോർഷനിൽ വിധിരൂപങ്ങളിൽ മത്തെന്ന് പറയുന്ന വരും. മത്ത് അരുതെന്ന് പറയുമ്പോൾ വിധിരൂപങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം സർവ്വനാമങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. ഞാൻ 9ാം ക്ലാസ്സിൽ ഗ്രാമറൊക്കെ എടുത്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സർവ്വനാമം എന്താണെന്ന്. എന്താണ്? വാഹ്, യഹ്, വേ, യേ, മൈം, ഹം, തു, തും, ആപ്, കൊയ്, കോൺ, ജോ, ക്യാ, ഇതൊക്കെയാണ് സർവ്വനാമങ്ങൾ എന്ന് പറയുന്നത്. നാമത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നു. ഈ സർവ്വനാമങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 3 കാറ്റഗറിയാണ് വിധിരൂപങ്ങൾ എന്ന് പറയുന്നത്. തു, തും, ആപ്. ഇവയുടെ പ്രയോഗം വരുന്ന സമയത്ത് മത്തിൻ്റെ അർത്ഥം അരുതെന്നാണ്. മനസ്സിലായോ? തു മത് പഠ്, നീ പഠിക്കരുത്. തു മത് ജ, നീ പോകരുത്. ആപ് മത് ബൈഠിയെ, താങ്കൾ ഇരിക്കരുത് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അവിടെ മത്തിൻ്റെ അർത്ഥം എന്താണ്? അരുതെന്നാണ്. ഈ 3 കാറ്റഗറിയിൽ ഏതൊക്കെയാണ്? തു, തും, ആപ്, 3 അതേസമയം മത്തിന് മറ്റൊരർത്ഥമുണ്ട്, അഭിപ്രായം എന്നർത്ഥമുണ്ട്. മത് അഭിപ്രായം. മേരാ മത് ഏകി, എൻ്റെ അഭിപ്രായം ഇതാണ്. മത് അഭിപ്രായം. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലാതെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്ത് അഭിപ്രായം എന്ന് പറയുമ്പോൾ മതദാൻ കർണ, വോട്ട് ചെയ്യുക, വോട്ട് രേഖപ്പെടുത്തുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം മത്ത് എവിടെ എങ്ങനെയൊക്കെ വരുന്നു. ഇവിടെ ലേക്കിൻ മുജെ ഭേങ്കോ മത്ത് എന്ന് പറഞ്ഞാൽ ലേക്കിൻ ആപ് മുജെ ഭേങ്കോ മത്ത്, അല്ലെങ്കിൽ തു മുജെ ഭേങ്കോ മത്ത്, അല്ലെങ്കിൽ തും മുജെ ഭേങ്കോ. നിങ്ങൾ എന്നെ വലിച്ചെറിയരുത്, കാരണം എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാവും. അതിനൊരു ഉദാഹരണം പറയുകയാണ്. ക്യാ ജാനേ, എപ്പോഴറിയാമെന്ന്. അങ്ങനെ അറിയാൻ പറ്റുമോ എന്ന്. കബ് ഇസ് ദുരൂഹ ചക്രവ്യൂഹമയും, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിലേക്ക് എപ്പോഴെങ്കിലും ഒരു ദുസ്സാഹസി ദുരൂഹ ചക്രവ്യൂഹമയും അക്ഷൗഹിണി സേനാവോ കോ ചുനൗത്തി ദേത്താ ഹുവ, അക്ഷൗഹിണി സൈന്യത്തെ. ഈ ചക്രവ്യൂഹം എന്താ? ചക്രവ്യൂഹം കേട്ടിട്ടുണ്ടോ? ചക്രവ്യൂഹം അതായത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയം. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധം തുടങ്ങി 2-3 ദിവസം കടന്നുപോയി. കുറച്ച് ദിവസം കടന്നപ്പോഴേക്കും ദുര്യോധനൊരു സംശയം വരികയാണ്. കാരണം ദുര്യോധനൻ്റെ പക്ഷത്ത് നിൽക്കുന്നതെല്ലാം വീരന്മാരാണ്, വില്ലാളി വീരന്മാരാണ്. അവരൊക്കെ ആചാര്യന്മാരും ഗുരുസ്ഥാനീയരുമൊക്കെയാണ് ദുര്യോധനൻ്റെ പക്ഷത്ത് നിൽക്കുന്നത്. വളരെ ഫേമസായ യുദ്ധവീരന്മാർ. എല്ലാവരുടെയും ഗുരുവായ ദ്രോണാചാര്യരാണ് സർവ്വ സൈന്യാധിപൻ. അത് പോയിട്ട് പിന്നെ ഭീഷ്മ പിതാമഹൻ, ആർക്കും വധിക്കാൻ കഴിയാത്തൊരു ഭീഷ്മ പിതാമഹൻ എന്ന് വേണ്ട ശക്തന്മാരെ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും പാണ്ഡവരുടെ പക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. ദുര്യോധന സംശയം വന്നു അവിടെ, ഇവരൊക്കെ കൂടെ എന്നെ ചതിക്കുകയാണോ എന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെയാണ് അപ്പുറത്ത് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത്, പാണ്ഡവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മുറിവേൽപ്പിക്കാതെ, അവരെ തോൽപ്പിക്കാതെ ഇവരിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ എന്നൊരു സംശയം വന്നപ്പോൾ ദുര്യോധനൻ വന്ന് ഗുരുവിനെ കളിയാക്കി, ഗുരുവിനെ വഴക്ക് പറഞ്ഞു. ദ്രോണരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താങ്കൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചു. 3-4 ദിവസം കഴിഞ്ഞുകൂടെ യുദ്ധം തുടങ്ങിയിട്ട്, താങ്കൾ ഇതുവരെ അവരെ പരാജയപ്പെടുത്തിയിട്ടില്ല, താങ്കൾ കഴിയാത്തത് കൊണ്ടല്ല, ഇതെന്നെ ചതിക്കുന്നതല്ലേ, എൻ്റെ കൂടെ നിന്ന് നിങ്ങൾ എന്നെ ചതിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗുരുവിനങ്ങ് വല്ലാതെ വിഷമം വന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം അവിടെ ഉണർന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നാളത്തോടെ ഞാൻ യുദ്ധം തീർത്ത് തരാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ ക്ലിയർ ആവുകയാണെങ്കിൽ യുദ്ധം നമുക്ക് നാളെ പരിപൂർണതയിലെത്തിക്കാൻ പറ്റും. കാരണം നാളെ ഞാൻ പുതിയൊരു സേനാ വിന്യാസം നടത്താം, അതായത് ചക്രവ്യൂഹം ഞാൻ ഉണ്ടാക്കും. ആ സേനാ വിന്യാസത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ചക്രവ്യൂഹം അന്നത്തെ കാലം, ആ ഒരു നമ്മുടെ ഈ ഇതിഹാസം പറയുന്ന ആ ഒരു കാലഘട്ടം, ആ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ ചക്രവ്യൂഹം ഭേദിക്കാനറിയാമെന്നുള്ള എതിർപക്ഷത്ത് ആകെ 2 പേരേ ഉള്ളൂ. അതൊന്ന് അർജുനനാണ്, പിന്നൊന്ന് കൃഷ്ണൻ. ഇവർ 2 പേരും എവിടെ തന്നെയാണ്? ഒരു രഥത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അർജുനൻ ഒഴികെയുള്ള ബാക്കിയുള്ളവരെ പരാജയപ്പെടുത്താൻ എളുപ്പമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് യുദ്ധം തുടങ്ങുമ്പോൾ ഈ ചക്രവ്യൂഹം ഭേദിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പരാജയം ഉറപ്പിച്ചു. അപ്പോൾ അർജുനനെ മാറ്റി നിർത്തിയാൽ എന്ത് നടക്കും? ആ യുദ്ധം അന്ന് തന്നെ തീരും. അർജുനനെ മാറ്റാനുള്ള ചുമതല നിങ്ങൾക്ക് ഞാൻ തരികയാണ്. അർജുനൻ യുദ്ധത്തിന് വരരുത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നാളത്തോടുകൂടി യുദ്ധം ഞാൻ തീർത്തു തരാം എന്ന് ദ്രോണർ ഒരു ഉടമ്പടി മുന്നോട്ട് വെച്ചു. ദുര്യോധന് വളരെ സന്തോഷമായി. എന്നാൽ പിന്നെ നാളെ രാവിലെ അർജുനൻ എന്ത് ചെയ്യും? ഞാനിവിടെ നിന്ന് മാറ്റിയിരിക്കും, ഉറപ്പിച്ച് പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം ദുര്യോധനൊരു കള്ളം കാണിച്ചു. അവിടെ രാവിലെ അർജുനൻ യുദ്ധത്തിന് തയ്യാറായപ്പോൾ തന്നെ രാവിലെ വന്ന അർജുനനെ 2 പേരെ അതിനുവേണ്ടി നിയോഗിച്ചു. അർജുനനെ ആ യുദ്ധ സേനാമുഖത്തു നിന്ന് തന്നെ മാറ്റാനായിട്ട് 2 പേരെ നിയോഗിച്ചു. അവർ 2 പേരും ചെന്ന് അർജുനനെ ചെന്ന് വെല്ലുവിളിച്ചു, ചുണ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അർജുനൻ എന്ത് ചെയ്തു?
ഈ വെല്ലുവിളി സാധാരണ പഴയ കാലം എടുക്കുകയാണെങ്കിൽ വീരന്മാർ വെല്ലുവിളി എപ്പോഴും സ്വീകരിക്കും. അപ്പോൾ അർജുനൻ ചാടി തേരിലേക്ക് കയറിയിട്ട് കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ബാ എടുക്ക്, നമുക്ക് എന്ത് ചെയ്യാം, മാരെ ഇന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി കൃഷ്ണൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ അർജുന എന്ന് ചോദിച്ചപ്പോൾ അർജുനൻ പറഞ്ഞില്ല, ഇതിന് ഇനി ഒരു വിട്ടുവീഴ്ചയില്ല. ഇവരെന്ത് ചെയ്തു, ഈ വെല്ലുവിളിക്കാൻ വന്നവർ പിറകിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അർജുനൻ രഥവുമായിട്ട് മുമ്പോട്ട് പോയി. യുദ്ധഭൂമിയിൽ നിന്നും അർജുനൻ വളരെ അകലയിലേക്ക് അങ്ങ് പോയി. യുദ്ധം തുടങ്ങി. യുദ്ധകാഹളം മുഴങ്ങി. ദ്രോണാചാര്യരുടെ ചക്രവ്യൂഹം മുമ്പിൽ കണ്ട് യുധിഷ്ഠിരൻ പകച്ചു നിന്നു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങി. പക്ഷേ ചക്രവ്യൂഹം ഭേദിക്കാൻ ആർക്കും അറിഞ്ഞില്ല. അർജുനനില്ല. അർജുനനൊഴികെ ആർക്കും ഇനിയിപ്പം ചക്രവ്യൂഹം. അപ്പോൾ ഇന്നത്തെ പരാജയം സുനിശ്ചിതം, തീരുമാനമായി. അങ്ങനെ യുധിഷ്ഠിരൻ ചിന്താധീനനായിരിക്കുമ്പോഴാണ് ആര് കടന്നു വരുന്നത്? അർജുനൻ്റെ ഏകപുത്രൻ അഭിമന്യു കടന്നു വരുന്നത്. കൊച്ചു കുട്ടിയായിരുന്നു. അഭിമന്യു എന്ന് പറഞ്ഞു, ചക്രവ്യൂഹം ഭേദിക്കാൻ എനിക്കറിയാം, തിരിച്ചിറങ്ങാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കൂടെയുള്ള വില്ലാളി വീരന്മാരെ ഭീമനും നകുല സഹദേവനും ബാക്കി അവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാവരും പറഞ്ഞു, പിന്നെന്ത്, നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ചക്രവ്യൂഹം ഭേദിച്ചു കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ കൂടെ, നമ്മൾ ഒരുമിച്ച് വന്ന് അകത്ത് കയറിക്കൊള്ളാം, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിൻ്റെ കൂടെ നമ്മളുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അത്രയ്ക്ക് വേണോ? അർജുനനും ഇല്ല, അഭിമന്യുവിനെ ഒറ്റയ്ക്ക് വിടണോ? അഭിമന്യു ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമാധാനത്തിൽ ആ യുദ്ധത്തിന് തുടക്കമായി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ചക്രവ്യൂഹം 7 കവാടങ്ങളിലായിട്ടാണ് ചക്രവ്യൂഹം വിന്യസിച്ചിരിക്കുന്നത്. പക്ഷെ ആ 7 കവാടങ്ങളിൽ ആദ്യത്തെ കവാടത്തിൽ നിന്ന വ്യക്തിയായിരുന്നു അന്നത്തെ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനി. അപ്പോൾ ആദ്യത്തെ കവാടത്തിൽ നിർത്തിയിരുന്നത് വളരെ ശ്രദ്ധേയനായ ഒരു രാജാവിനെയായിരുന്നു. പക്ഷെ ആ രാജാവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, അർജുനൻ ഒഴികെ വരുന്ന പാണ്ഡവ സൈന്യത്തെ മുഴുവൻ ഒരു പ്രാവശ്യം തോൽപ്പിക്കാനായിട്ട് അയാൾക്ക് കഴിയുമായിരുന്നു. അയാൾക്ക് അങ്ങനെ ഒരു വരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളെ തന്നെ ഫ്രണ്ടിൽ നിർത്തി. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിമന്യു അകത്ത് കയറി, പക്ഷേ ബാക്കിയുള്ളവർക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. നോക്കൂ, ഈ ദുരൂഹ ചക്ര, ഈ ദുരൂഹമായ, ആർക്കും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിലേക്ക്. അപ്പോൾ ആ ഫ്രണ്ടിൽ നിന്ന കഥാപാത്രം, ആ രാജാവിൻ്റെ പേരറിയാമോ? ആ രാജാവ് അതാണ് ജയദ്രഥൻ. ജയദ്രഥ വധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് കവിതകളുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ജയദ്രഥനാണ് ആ ഫ്രണ്ടിൽ നിന്നത്. ജയദ്രഥൻ ആ വരാൻ കിട്ടിയ കഥയൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടായിപ്പോൾ കഥയിലൂടെ അങ്ങ് പോകേണ്ടി വരും. അപ്പോൾ അവിടെ ഈ ജയദ്രഥനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞതുമില്ല. എന്നാൽ അഭിമന്യു പ്രധാന ആദ്യത്തെ കവാടം കടന്നകത്ത് കയറുകയും ചെയ്തു. അപ്പോൾ ഒരു 10,000 വരുന്ന ഒരു വിശാലമായ സൈന്യത്തിനെ നേരിടാനായിട്ട് ഒരു ബാലകൻ ഒറ്റയ്ക്ക് അകത്ത് കയറി. അപ്പോൾ ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. അന്നത്തെ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ. ഒരു മനുഷ്യൻ, ഒരു യുവാവ്, ഒരു കൊച്ചു പയ്യൻ മാത്രം ഒരു വലിയ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ അക്ഷൗഹിണി സേനാവും കോ ചുനൗത്തി ദേത്താഹുവ. ചുനൗത്തി ദേന വെല്ലുവിളിക്കുക. അക്ഷൗഹിണി സൈന്യം, അതാ കൗരവരുടെ സൈന്യത്തെ പറയുന്നത്. ആ കൗരവരുടെ ആ സൈന്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചുനൗത്തി ദേത്താഹുവ കൊയ് ദുസ്സാഹസി അഭിമന്യു ആ ഖർഖർജായം എന്നാണ്. കൊയ് ദുസ്സാഹസി, സാഹസികനല്ല, പിന്നെന്താണ്? ദുസ്സാഹസിയാണ്. സാഹസികൻ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്. പക്ഷെ അവൻ ആലോചിച്ച് ചെയ്യൂ കാര്യങ്ങൾ. ദുസ്സാഹസി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ചാടി വീഴും. പിന്നെ പ്രശ്നത്തിലകപ്പെട്ട് തീർന്നു പോകുന്നവരെ ദുസ്സാഹസി എന്ന് പറയുന്നത്. സാഹസിയും ദുസ്സാഹസിയും തമ്മിലുള്ള വ്യത്യാസമാണത്. സാഹസികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ചറിയും, ഈ പ്രവൃത്തി ഞാനിപ്പോൾ ചെയ്യേണ്ടതുണ്ടോ, ഇതിലെനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, ഇതൊക്കെ ആലോചിച്ച് അവൻ ചെയ്യുകയുള്ളൂ. ദുസ്സാഹസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരും വരായികളെക്കുറിച്ച് ആലോചിക്കാതെ എന്ത് ചെയ്യും? പ്രവൃത്തി ചെയ്യും. അങ്ങനെ ഒരു ദുസ്സാഹസിയായ അഭിമന്യു ആ ഖർഖർജായം പെട്ടുപോകുമോ എന്ന് അറിയാതെ ആ ചക്രവ്യൂഹത്തിലേക്ക് ആര് കടന്നെത്തി? ഈ ദുസ്സാഹസിയായ അഭിമന്യു കടന്നെത്തി. അപ്പനെ പക്ഷിക്കോ അസത്യമാനത്തെ ഹുയേ ജാനത്തെ ഹുയേ, തങ്ങൾ നിൽക്കുന്ന പക്ഷം അസത്യമാണെന്ന് അറിഞ്ഞിട്ടുകൂടെ. കാരണം അന്നുണ്ടായിരുന്ന പ്രമുഖന്മാരായ ഈ ദ്രോണർ, പിന്നെ അത് കഴിഞ്ഞിട്ട് കൃപർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഭീഷ്മർ, ഇങ്ങനെ തുടങ്ങിയ കർണൻ, ഇങ്ങനെ തുടങ്ങിയ മഹാരഥികളൊക്കെ തന്നെ ഇവരെല്ലാവരും കഴിവുള്ളവരാണ്. പക്ഷെ അവർക്കറിയാം അവർ നിൽക്കുന്ന പക്ഷം എന്ത് തന്നെയാണ്? അസത്യമാണ്, കള്ളത്തിൻ്റെ പക്ഷം, ധർമ്മത്തിൻ്റെ പക്ഷമല്ല, അധർമ്മത്തിൻ്റെ പക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ട് കൂടെ അവരെന്ത് ചെയ്തു? ആ അസത്യത്തിൻ്റെ കൂടെ നിന്നു. ബഡേ ബഡേ മഹാരഥി अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी
അക്കേലി നിഹത്തി ആവാസ്കോ, ഒറ്റയ്ക്ക് കയറി വന്ന അക്കേലി, അക്കേല എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക്, നിഹത്തി ആവാസ്കോ, നിഹത്തി ഹത്യാറില്ലാത്ത, ഹത്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധമില്ലാത്ത ഒരു നിഹത്തികനായ ഒരു ബാലകൻ കടന്നു വന്നപ്പോൾ അവനെതിരെ യുദ്ധം ചെയ്തു എന്നാണ്. നിഹത്തി ബാലകോ ആവാസ്കോ അപ്പനെ ബ്രഹ്മാസ്ത്രോം സെ കുജൽ ദയന ചാഹേ, അവരുടെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട്, അവരുടെ തീഷ്ണ ശരങ്ങൾ കൊണ്ട് കുജൽ ദേന ചാഹേ, നശിപ്പിക്കാൻ ആഗ്രഹിച്ചു. തങ്ങൾ നിൽക്കുന്ന പക്ഷം സത്യത്തിൻ്റേതല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് കൂടെ അവരെന്ത് ചെയ്യാൻ ആഗ്രഹിച്ചു? അസത്യത്തിൻ്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് സത്യത്തെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചു. അതും എങ്ങനെ? ഒരു ബാലകനെ മാത്രം, അതും ആയുധം കയ്യിലില്ലാത്തൊരു ബാലകനെ മാത്രം വധിക്കുവാനായിട്ട് തീരുമാനിച്ചു. ആ തീരുമാനമാണ് മോശമായി പോയെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് തബുമയും, ആ സമയത്ത് ഞാൻ രഥക്കാ ടൂട്ടാ ഹുവാ പഹിയ, ഈ പൊട്ടിയ രഥചക്രം ഉപയോഗത്തിൽ വന്നതെന്ന്. ഉസ്കെ ഹാത്തോമയും, അവൻ്റെ കൈകളിലെത്തി. എങ്ങനെ എത്തി? ബ്രഹ്മാസ്ത്രവും സെ ലോഹാലേ സക്താഹും, ഈ ബ്രഹ്മാസ്ത്രങ്ങളോട് എതിരിടാനായിട്ട് ആ സമയത്ത് അവൻ ആകെ പ്രയോജനപ്പെട്ടത് എന്ത് മാത്രമാണെന്ന്? ഈ ഒരു ആയുധം മാത്രം. എന്തായിരുന്നു ആ ആയുധം? മറ്റായുധങ്ങളെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. വാള്, പരിച, പിന്നെ അമ്പ്, കുന്തം, സകലമാന സാധനങ്ങളും പോയതിനു ശേഷം പിന്നെ ഉണ്ടായിരുന്ന രഥചക്രം മാത്രമായിരുന്നു. ഈ രഥചക്രം പക്ഷെ നമ്മൾ പൊട്ടിയതെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരു പ്രയോജനമില്ലായിരുന്നു എന്ന് പറഞ്ഞ് കളഞ്ഞിരുന്നുവെങ്കിൽ, അവൻ ആ സമയത്ത് കുറച്ച് നേരമെങ്കിലും അവരോട് എതിരിട്ട് നിൽക്കാൻ അവന് ഒരു പ്രയോജനവും കിട്ടുകയില്ലായിരുന്നു, ഒരു സാധനവും കിട്ടുകയില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് അവനെ സംരക്ഷിക്കാനായിട്ട് അവന് ഉണ്ടായിരുന്ന ഏക ആയുധം എന്ത് തന്നെയായിരുന്നു? ഈ ഒരു രഥചക്രമായിരുന്നു. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. മേ രഥക്കാ ടൂട്ടാ ഹുവാ പഹിയാഹൂം, ഞാൻ രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുജേ ഫേങ്കോ മത്, പക്ഷേ എന്നെ എന്ത് ചെയ്യരുത്? നിങ്ങൾ വലിച്ചെറിയരുത്. എപ്പോഴെങ്കിലും ക്യാജാനെ കബ്, എപ്പോഴെങ്കിലും ഇസ് ദുരൂഹ ചക്രവ്യൂഹമയും, ഈ ദുരൂഹ ചക്രവ്യൂഹത്തിലേക്ക് അക്ഷൗഹിണി സേനാവുംകോ, അക്ഷൗഹിണി സൈന്യത്തെ ചുനൗത്തി ദേത്താഹോ, വെല്ലുവിളിച്ചുകൊണ്ട്, കൊയ്യ് ദുസ്സാഹസി, ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു, ആഖർ ഖിർജായ, വന്ന് പെട്ടുപോയാൽ അവന് സഹായത്തിന് അന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ബഡേ മഹാരഥികൾ ഉണ്ടായിരുന്നു, അവരൊക്കെ അസത്യത്തെ തങ്ങളുടെ പക്ഷത്ത് നിർത്തിയിട്ടായിരുന്നു. അപ്പനെ പക്ഷക്കോ അസത്യ ജാൻതേ ഹുയേ ഹി, തങ്ങളുടെ പക്ഷം സത്യമല്ല എന്ന് തെളിഞ്ഞിട്ടുകൂടെ ബഡേ മഹാരഥി അക്കേലി നിഹത്തി ആവാസ്കോ, ഈ ഒറ്റപ്പെട്ട ഒരു ആവാസിനെ, ശബ്ദത്തിനെ, ആ പയ്യനെ, നിഹത്തി, ഹത്യാറില്ലാത്ത, ആയുധമില്ലാത്ത ആ ഒരു പാവപ്പെട്ട പയ്യനെ, അപ്പനെ ബ്രഹ്മാസ്ത്രവും സെ കുജൽ ദേനാ ചാഹ, തങ്ങളുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിപ്പിക്കാൻ ആഗ്രഹിച്ചു വന്നു. തബുമയും, ആ സമയത്ത് രഥക്കാ ടൂട്ടാ ഹുവാ പഹിയ ഉസ്കെ ഹാത്തോമയും, അവനെ ഞാൻ സഹായിച്ചു. ഈ രഥചക്രം പൊട്ടിയ ചക്രമായിരുന്നു അവസാനം അവൻ്റെ കയ്യിലേക്ക് വന്നത്. അവന് ഉപയോഗപ്രദമായത്, ഉപയോഗശൂന്യമെന്ന് വലിച്ചെറിഞ്ഞു കളഞ്ഞ ആ രഥചക്രം മാത്രമേ അവൻ അപ്പോൾ ഉപയോഗത്തിൽ കിട്ടിയുള്ളൂ. ബ്രഹ്മാസ്ത്രവും സെ ലോഹാലേ സക്താഹും മേ രഥക്കാ ടൂട്ടാ പഹിയാഹും, ഞാനൊരു പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുജേ ഫെങ്കോ മത്, എന്നെ എന്ത് ചെയ്യരുതെന്ന്? വലിച്ചെറിയരുതെന്ന്. അപ്പോൾ ഒരു കൊച്ചു കവിതയാണ്. ഇതിൻ്റെ സന്ദേശങ്ങളും ഇതിൻ്റെ മറ്റു കാര്യങ്ങളും തീർന്നിട്ടില്ല, പാഠം കുറച്ചുകൂടെ ഉണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? പഠിക്കും. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അല്ലാതെ തന്നെ പറയാനുണ്ട്. പക്ഷേ ഓരോ സെക്ഷനും കുറച്ചായിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? വായിച്ച് വയ്ക്കുക, വായിച്ച് മനസ്സിലാക്കിയ ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്യാം. തൽക്കാലം നമുക്കിവിടെ എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.